കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംബന്ധിച്ച് SITയുടെ ഒരു അന്വേഷണം അവരവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തി വരവേ ഇവരുടെ താമസിക്കുന്നത് ബർവാൻ ഗ്രാമം, ഈ ഗ്രാമത്തിൻ്റെ സമീപത്ത് തന്നെ താമസിക്കുന്ന ജീവൻ സിംഗ്, അതായത് ഈ സ്ത്രീയുടെ അമ്മയുടെ സഹോദരനെ പെട്ടെന്ന് കാണാതായതിന് പിന്നാലെ ഈ സ്ത്രീയും ഗ്രാമത്തിൽ നിന്നും മുങ്ങി, ഈ മേഖലയിൽ നിന്നും ഇവരും മുങ്ങി. അതോടുകൂടി പ്രിയാൻഷുവിൻ്റെ കൊലപാതകത്തിൽ പോലീസിന് സംശയം ആരംഭിച്ചു. പ്രിയാൻഷുവിൻ്റെ ബന്ധുക്കളാണ് ആദ്യം ഈ സംശയം പോലീസിനെ അറിയിക്കുന്നത്. തുടർന്ന് ഇവർ പരിശോധിച്ചപ്പോൾ, പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിച്ചപ്പോൾ ഈ ഗുഞ്ചാദേവിയും ജീവൻ സിംഗുമായിട്ട് സംസാരിക്കുന്നത് മണിക്കൂറുകളോളമാണെന്ന് പോലീസ് കണ്ടെത്തി. മണിക്കൂറുകളോളം ഇവർ തമ്മിൽ ഫോണിലിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇവർക്ക് 2018 സിം എടുത്തത് മുതൽ ഇങ്ങോട്ടുള്ള കോൾ ലിസ്റ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാം മണിക്കൂറുകളോളം ഉള്ള സമയം. ഈ വിവാഹം കഴിഞ്ഞ ശേഷവും മണിക്കൂറുകൾ ഇവർ ഫോണിൽ സംസാരിക്കുകയാണ്. ഇങ്ങനെ ഈ ഗുഞ്ചാദേവിയെ പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോഴാണ്, ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇതിൽ നിന്നും മറ്റൊരു കാര്യം കിട്ടുന്നത്. 2 വാടക കൊലയാളികളെ കൂടി ഇവർ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. അവരാണ് ഈ കൊലപാതകം നടപ്പാക്കിയിരിക്കുന്നത്.